നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ പ്രതിയുടെ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം. പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും സജിക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് പരിശോധന. പച്ചടിയിലെ പുരയിടത്തിൽ കുഴിയെടുത്ത് നടത്തുന്ന പരിശോധനയ്ക്കിടെ അസ്ഥിയുടെ ഭാഗം കണ്ടെത്തി. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട്. ജോയി, നേരത്തെ തന്നെ ഈ ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ തന്നെ ആ പിതാവിന്റെ തിരോധാനത്തിലും സംശയം പ്രകടിപ്പിച്ചിരുന്നു പോലീസ്. ഇപ്പോഴിതാ അതിലേക്ക് അന്വേഷണം നീളുകയാണ്. ഇപ്പോൾ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോന, നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി സജി പിടിയിലാകിയതിനു ശേഷം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു കേസായിരുന്നു ഇവരുടെ പിതാവായ മാത്യുവിൻ്റെ തിരോധാനം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യൽ. അതായത് ഇന്നലെയോടുകൂടി ആദ്യ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മാത്യുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് അല്ലെങ്കിൽ മാത്യുവിനെയും ഈ സജി കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം എന്നൊരു സംശയം പോലീസിനുണ്ടാകുന്നത്. ആ സംശയ ദൂരീകരണത്തിൻ്റെ ഭാഗമായി എന്നോണമാണ് ഇന്ന് പച്ചടിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. JCB ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് ഈ പച്ചടിയിലെ വീടിനോട് ചേർന്നുള്ള ഇവരുടെ കൃഷിയിടത്തിൽ ഏകദേശം ഒരേക്കറോളം ഭൂമിയായിരുന്നു ഈ കുടുംബത്തിനുണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ, ഈ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിക്കാനും അതിനുശേഷം പിതാവിൻ്റെ തിരോധാനത്തിലേക്കുമൊക്കെ വിരൽ ചൂണ്ടാൻ കാരണമായ ഒരു പ്രധാന പ്രശ്നം ഈ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഈ വസ്തു തർക്കവും ഒരു പ്രധാന കാര്യമായിരുന്നു. അത്തരത്തിൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഈ ഒരേക്കർ വസ്തുവിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വീടിൻ്റെ സൈഡിലോട് ചേർന്ന വീടിൻ്റെ മുൻവശത്തായിട്ടുള്ള തോട്ടത്തിൽ നിന്ന് ഇത്തരത്തിൽ മണ്ണു മാറ്റി നടത്തിയ പരിശോധന ഒരു അസ്ഥിയുടെ ഭാഗമെന്ന് സംശയിക്കുന്ന ഒരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധനകൾ ആവശ്യമുണ്ട്. കാരണം ഇത് അസ്ഥി തന്നെയാണോ കണ്ടെത്തിയത്, ഈ കണ്ടെത്തിയ അസ്ഥി മാത്യുവിൻ്റെതാണ്, അതായത് സജിയുടെ പിതാവ് മാത്യുവിൻ്റെതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാവുള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു സംശയം പോലീസിന് ഉണ്ടായതിനു ശേഷമാണ് വീണ്ടും രണ്ടാമതൊരു തെളിവെടുപ്പ് പ്രതിയുമായി ഈ പച്ചടിയിലെ വീട്ടിൽ നടത്തുന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ അസ്ഥി കണ്ടെത്തുന്നതും. സോന, ശരി. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിന് പിന്നാലെ പ്രതിയുടെ പിതാവിന്റെ തിരോധാനത്തിലും അന്വേഷണം നീളുകയാണ്. പുരയിടത്തിൽ പരിശോധന തുടരുകയാണ്. ജോയ്മോൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.